പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 മാസത്തെ സുവിശേഷ വേലയിൽ പല ഗ്രാമങ്ങൾ കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ എനിക്കും ജോൺസണും ദൈവം കൃപ ഒരുക്കി. ഏകദേശം 165 പരം ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ സ്വർഗം സഹായിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നിന്നൊക്കെ ഞങ്ങൾ പോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടലുകൾ ഈ 2 മാസത്തിലധികമായും ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഓരോ ഗ്രാമങ്ങളിൽ സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു ഈ മാസം. ഇവിടുത്തെ സാധാരണ ജനത്തിൻ്റെ ജീവിതം, അവരുടെ ജീവിതശൈലി കണ്ടോ. ഓരോ ഗ്രാമങ്ങളും വളരെ ഭയങ്കര കണ്ടോ, പഴയ രീതിയിലുള്ള വീടുകളാണ് കണ്ടോ. ബാമ്പ് വെച്ചിട്ടുള്ള വീടുകൾ, ഇതെല്ലാം പഴയ ശൈലിയിലുള്ള വീടുകളാണ് കണ്ടോ. ഇതെല്ലാം ഇവരൊക്കെ ഏകദേശം ഒരു 10-40 വർഷത്തിൻ്റെ പുറകിലുള്ള അതേ ജീവിതം തന്നെയാണ് അവരിവിടെയും അനുവർത്തിച്ചു വരുന്നത്. അപ്പം ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ വളരെ സന്തോഷം തരുന്നുണ്ട്. ഓരോയിടത്തുള്ള സുവിശേഷം അറിയിക്കുന്നതും ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. ഓരോ വീടുകൾ, അവിടുത്തെ ചുറ്റുപാടുകൾ, അവരുടെ ജീവിതശൈലികളെല്ലാം. സാധാരണ ജനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ. അവർ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നല്ല സ്വീകരണത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. അടുത്ത കൾട്ടിവേഷൻ തുടങ്ങി കണ്ടോ, അടുത്ത കൾട്ടിവേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി പെടിയുടെ നെൽകൃഷിയുടെ ആരംഭമാണ്. ഇന്ത്യയിലുള്ള മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ നെൽകൃഷിക്ക് വേണ്ടി ഇവിടുത്തെ ഗ്രാമങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും ചേർന്ന് വസിക്കുന്ന ഗ്രാമങ്ങളാണ്, മിങ്കിൾ ഗ്രാമമാണ്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അവരെല്ലാം ഇതുപോലെ കണ്ട പശുക്കളെ മേയിച്ചും അവരുടെ കുടുംബത്തിലുള്ള ഓരോ കാര്യങ്ങളും നിത്യവൃത്തികളെല്ലാം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവരെല്ലാം ഓരോ ദിവസം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങൾ, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, അതുപോലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ഹല്ലേലൂയ, ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ഹല്ലേലൂയ, അത് ഹിമാചൽ പ്രദേശ്, ഹല്ലേലൂയ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഇങ്ങനെ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇതുപോലെ ഉണങ്ങിക്കിടക്കുന്ന പല മരുഭൂമികളുണ്ട്, സുവിശേഷം എത്താത്ത പല മേഖലകളുണ്ട്. അവിടെ എല്ലാം സുവിശേഷം എത്തുവാൻ, അവിടെ ഉള്ളവരെല്ലാം യേശുവിനെ അറിയുവാൻ, യേശുവിനെ അറിയുവാനൊക്കെ നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയും. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഈ നടന്നും ഇതുപോലെ ബൈക്കിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു അത്ഭുതം കൊണ്ടുവരുമോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ സാധു സുന്ദർ സിംഗ് പഞ്ചാബിൻ്റെ ഓരോ സ്ഥലങ്ങൾ കയറി ഇറങ്ങി നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു ദിവസം പഞ്ചാബ് വിടിവിക്കപ്പെടുമെന്ന്. ഇന്ന് പഞ്ചാബിൽ കാണുന്ന ഓരോ ഭയങ്കരമായിട്ടുള്ള റിവൈവലിൻ്റെ കാരണം ഇതുപോലത്തെ അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനകളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ പ്രാർത്ഥനകൾ പലരും ചിലപ്പോൾ വിമർശിക്കും, ചിലർ കുറ്റപ്പെടുത്തും, എന്തിനാ ഇങ്ങനെയൊക്കെ പോയി നിന്ന് പൊട്ടത്തരം കാണിക്കുന്നത്. പക്ഷേ നമുക്കിത് പൊട്ടത്തരമാണെന്ന് തോന്നുന്നുവെങ്കിലും പക്ഷെ സ്വർഗരാജ്യത്തിന് ഇത് വലിയ അനുഗ്രഹമാണ്. എനിക്ക് വേണ്ടി പോകും. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരൻ ചുരുക്കം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോ യാത്രകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു, ജീസസ് ഗോഡ് വിത്ത് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. God bless you.